ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ട്ടോ. അപ്പൊ ബീഫ് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ട് വളരെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നല്ല ഓതന്റിക് ടേസ്റ്റിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ബ്ലഡിൻ്റെ അംശമൊക്കെ പോകുന്ന അത്രയും നല്ലതുപോലെ കഴുകിയിട്ട് അതിനൊന്ന് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ജിഞ്ചർ ഞാനൊരു ചെറിയ പീസും പിന്നെ ഗാർലിക് ഒരു 10 അല്ലിയൊക്കെ അത്രയൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലതുപോലെ ചതച്ചെടുത്തേക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ചതച്ചെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് എടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ചില്ലി പൗഡർ ഇട്ടു, ഒരു 1 ടേബിൾ സ്പൂൺ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നത്. പിന്നെ മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും പെരിഞ്ജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. ഇത്രയും ഇട്ടിട്ട് ഇതിനെ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തും തേച്ച് പിടിക്കുന്നത് പോലെ ആക്കിയിട്ട് നമ്മൾ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിരിക്കട്ടെ. ഇപ്പൊ ഞാൻ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കുമ്പോൾ എല്ലാ പീസിന്റെയും ഉള്ളിലും ഒക്കെ ഒന്ന് നല്ലതുപോലെ പുരണ്ട് വരുമല്ലോ. ദാ ഇപ്പം എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട്. നമുക്കിത് വെച്ചേക്കാം. അപ്പൊ ഞാൻ കുറഞ്ഞത് ഹാഫ് ആൻ അവർ വെക്കണംന്നേ ഉള്ളൂ കേട്ടോ പറഞ്ഞത്. 1 അവറോ 2 അവേഴ്സ് ഒക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതവിടെ ഇരിക്കട്ടെ. അപ്പം ആ ഒരു ടൈമിൽ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സവാളയും ഉള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. സവാള ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 4 പീസ് സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു അരമണിക്കൂറൊക്കെ ഇത് വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ആ ഒരു ടൈമിൽ അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും കുക്കറിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തു. കുറച്ച് മാത്രം ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഹാഫ് ടീസ്പൂണൊക്കെ ഉലുവ ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഒട്ടും നല്ലതുപോലെ ഇങ്ങനെ വരട്ടിയതുപോലെ വരണം എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. എനിക്കിപ്പോൾ ഇവിടെ ഒരുപാട് വരട്ടിയതുപോലെ വരണ്ട. നമ്മള് ഒരു കറി പോലെ വരണം എന്നുള്ള ഉദ്ദേശമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചത്. ഇപ്പൊ കണ്ടോ, അതിന്റെ ഒരുവിധം ലെവലിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. മേ ബി ഒരു 1/4 കപ്പ് മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ ഈ ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുകയും ചെയ്യും. പിന്നെ ഈ കുക്കർ അടച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് വേവട്ടെ. അപ്പം അത് വേവാനായിട്ട് ആദ്യം ഇതിനൊരു നമ്മൾ വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒരു 1 വിസിൽ ആ ഹൈ ഫ്ലെയിമിൽ വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അത് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ ഇതിന്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിടുന്നു. ഒരു 5 വിസിൽ വരാൻ വേണ്ടിയാണ് നിൽക്കുന്നത് കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സവാളയില്ലേ, അതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ അത് ഞാനൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ചോപ്പറിലാണ് ഇടുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഒരു പാനിൽ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്. നമ്മൾ ഈ ബീഫ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓതന്റിക് ടേസ്റ്റ് കിട്ടാനായിട്ട് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. കട്ട് ചെയ്ത സവാള ഉണ്ടല്ലോ, 4 സവാള കട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അത് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ചെറിയ ഉള്ളി, ഇപ്പൊ ഞാനിവിടെ ഒരു 10-20 ചെറിയ ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രയും എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുത്താലും മതി. എന്നാലും ചെറിയ ഉള്ളി ചേർക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാ. അപ്പൊ അതും കൂടെ ഇട്ടിട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പൊ അതെന്ന് പറയുമ്പോൾ അതിന്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്തിട്ടില്ല. ഇനി ഈ സവാളയും ഉള്ളിയും കൂടെ ഇട്ടതൊക്കെ നല്ലതുപോലെ ഒന്ന് നല്ല വഴന്ന് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അതിനകത്തേക്ക് തക്കാളിയും അതേപോലെ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ തക്കാളി ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ഇട്ടു. അതേപോലെ തന്നെ പച്ചമുളക് ഇടുന്നുണ്ട്. പച്ചമുളക് ഒരു 3 എണ്ണം അത്രയൊക്കെ ഇട്ടാൽ മതി കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് അതിന്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഗ്രാമ്പും പട്ടയും പിന്നെ അതേപോലെ തന്നെ ഏലക്ക ഉണ്ടല്ലോ, അതൊക്കെ ഓരോന്നോ 2 എണ്ണമൊക്കെ വെച്ചിട്ട്, ഒരുപാട് കൂടണ്ട. ഒരുപാട് കൂടിയാൽ ആ മസാലയുടെ ഒക്കെ കുത്തല് വരും. ഒരെണ്ണമൊക്കെ വെച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് കുരുമുളക് പൊടിച്ചത് അതൊരു 1 ടീസ്പൂൺ അതും ഇടാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് ചൂടാവട്ടെ. ഇപ്പൊ നമ്മൾ ഇട്ട സാധനങ്ങളുടെയൊക്കെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറണം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വേണ്ട ആ ഒരു പരുവത്തിൽ, ഗ്രേവി നമുക്ക് ഏത് പരുവത്തിൽ വേണം ആ ഒരു സമയം വരെ ഇതിനെ അങ്ങ് തിളപ്പിക്കാം.
കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിന്റെ ഗ്രേവി ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ കൂടുതലായിട്ട് വറ്റിക്കുന്നില്ല. കൂടുതലായിട്ട് നല്ലതുപോലെ വരട്ടിയതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു നേരം കൂടെ പച്ച വെളിച്ചെണ്ണയും അതേപോലെ കറിവേപ്പിലയും ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്ത് വരട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരുപാട് അങ്ങ് വരട്ടിയില്ല. കാരണം നമ്മളിത് പലഹാരത്തിന്റെ കൂടെയൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും കുറച്ചൊരു ഗ്രേവി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പൊ ഈ ഒരു പരുവത്തിലാണ് വന്നിട്ടുള്ളത്. അതിനകത്തേക്ക് മറക്കാതെ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം. അതും കൂടെ ആവുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു പോത്ത് വരട്ടിയത് റെഡി ആയിട്ടുണ്ടാവും. എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടായോ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സ് അയച്ചു തരിക. അതേപോലെ തന്നെ ഇത് മുൻപും ഒരുപാട് റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നോൺ വെജിന്റെ ഒക്കെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഏതെങ്കിലും ഒക്കെ ഇഷ്ടാവുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ ഒരു വീഡിയോ ഇഷ്ടമാകുമെന്ന് തോന്നുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നുന്നവർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പം അവർക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഉടനെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.